ഉടനെ ഓട്ടോ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ അപ്പോൾ താൽക്കാലിക മരുന്ന് തന്ന് വീട്ടിൽ കൊണ്ടുവന്ന്. പിറ്റേന്ന് വീണ്ടും അതുപോലെ വന്നു. അപ്പോഴും ഞാൻ അടുത്തുള്ള വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇത്തിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട്. രാത്രി 12 മണിക്കാണ് വന്നത്. അപ്പോൾ 2 മണിയായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. പക്ഷെ അവർ എന്താണെന്ന് രോഗം എന്താണെന്ന് അവർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനോടൊപ്പം ചേട്ടൻ്റെ മൈൻഡ് മാറി അടുത്ത് ഏതെങ്കിലും റൂമിൽ കയറി പോവും. കണ്ണിന് കാഴ്ചയും കൂടെ മങ്ങലായതുകൊണ്ട് എന്താണ് ചെയ്യണത് പറയണത് എന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു മാനസിക സംഘർഷം പോലെ ആയിപ്പോയി അത്. അങ്ങനെ ഇരുന്ന് 7 ദിവസമായിട്ടും നമുക്ക് ഡോക്ടർ ഓരോ ദിവസം സ്കാൻ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, എല്ലാം ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ 7ൻ്റെ അന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ്, അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു. 7ൻ്റെ അന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്കിത് പയറും കഞ്ഞിയും കുടിക്കണമെന്ന് തോന്നണ്, നിനക്കൊന്ന് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ച്. അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതായി. അതിന് ശേഷം എൻ്റെ കുടുംബക്കാരോ ചേട്ടൻ്റെ കുടുംബക്കാരോ ഞങ്ങളെ ശ്രദ്ധിക്കൂലായിരുന്നു. അതായത് വയ്യായിക ആയപ്പോഴേക്കും അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കൂടപ്പിറപ്പ് ആരും തന്നെ നമ്മളെ സഹായത്തിനില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ഞാൻ മാത്രമായിരുന്നു ചേട്ടൻ്റെ ഈ മാനസിക സംഘർഷ സമയത്ത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഓടിയതും എല്ലാ കൂട്ടിലും. രാത്രി ഉറങ്ങൂലായിരുന്നു. അങ്ങനെ 7ൻ്റെ അന്ന് ചേട്ടൻ കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആരോട് പറയട്ടെ, കഞ്ഞിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ് ഞാനും ചേട്ടൻ ഒരു 12 മണിയായപ്പോൾ നമ്മൾ തറയിലാണ് കിടക്കായിരുന്നത്. അപ്പം തറയിൽ കിടന്നപ്പം ചേട്ടനും കിടന്നുറങ്ങി, ഒരല്പം ഉറങ്ങി. ഞാനും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പം ഒരു സിസ്റ്റർ, അതായത് നമ്മളെ പള്ളിയിലെ സിസ്റ്റർ, തട്ടയിട്ട സിസ്റ്റർ, ഒരു ട്രോളിയിൽ ഒരു തൊട്ടിയിൽ കുറച്ച് കഞ്ഞി കൊണ്ടുവന്നു. കഞ്ഞി എന്ന് പറയാൻ ഞങ്ങൾ കിടന്നെടുത്ത് വന്നിട്ട് പറയാണ്, ഒരാളിന് കുടിക്കാനുള്ള കഞ്ഞിയുണ്ട്, ആർക്ക് വേണം എന്ന് ചോദിച്ച്.